ദൈവസന്നിധാനത്തിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയ നമ്മുടെ ദൈവത്തിന്റെ എല്ലാ വിശ്വാസത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പുത്രന്റെ നാമം നമ്മിൽ കൂടെ മഹത്വപ്പെടുവാനിടയാകേണ്ടതിനായി കർത്താവ് യേശുവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ വിടുവിക്കപ്പെടുവാൻ കർത്താവിടയാകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെല്ലാം കർത്താവ് ആദരിക്കട്ടെ. വൃത്തിയാരാകൃഷ്ണൻ വൈപ്പിക്കാൻ പ്രാർത്ഥിക്കാം. അത് കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ പുത്രത്വം അവകാശത്തിന്മേൽ നമുക്ക് നൽകി ഭാഗ്യ പദവി ഓർത്ത് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Let us thank God for the greatest opportunities God is giving into our lives. Hallelujah. To worship God Almighty in spirit and truth. To call upon His name, Hallelujah, our Father, and praising Him. Hallelujah. Worshiping Him. Hallelujah. Stotram, stotram. Devate aradhipa, devate mahuthapaduvaar. Let's thank God for that. Hallelujah. നമ്മെ രാജ്യത്തോടെ മുഴുവൻ പരിപാലിച്ചു പുതിയ ആഴ്ചയിൽ പ്രവേശിപ്പാൻ കർത്താവ് ഇടയാകുന്നല്ലോ. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ പ്രതികാരം പകൽക്കാലം വിശുദ്ധ സഭായവുമായി കർത്തൃജനത്തിൽ കർത്താവേ ഞങ്ങൾ ദൈവസന്നിധിയിലായിരുന്നു ദൈവത്തെ ആരാധിപ്പാൻ തിരുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരെയും പേരായി ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഈ ആരാധന വെളിപ്പെടണം. ശുശ്രൂഷകളെല്ലാം ആദരിക്കണമേ. പാടുവാൻ പ്രാർത്ഥന പലപ്പോഴും നൽകി തരണം. അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ആയിരിക്കുന്നത് കൃപയാലാകുന്നു. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഞങ്ങൾ വെളിപ്പെടും. മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഈ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാ പ്രിയപ്പെട്ട കർത്താവിൽ വന്ദനം. ദിവസത്തിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവുമായി കൂട്ടുവരുത്തിയല്ലോ. ആവശ്യങ്ങൾ പരിഹാരമായിരുന്നു ദൈവം പോറ്റിപ്പുലർത്തിയ കർത്താവ്. ആ കർത്താവിന്റെ സന്നിധി നാമ നിരാവല കാലമായിരുന്നല്ലോ. പ്രത്യേക പ്രാരംഭത്തിൽ തൊട്ട് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സമയത്ത് പാടി ആരാധിക്കും. ദൈവനാമത്തിൽ സ്തോത്രം. അനുഭവയുടെ പകൽക്കാല ദൈവസന്നിധിയിൽ അവൻ ഹല്ലേലൂയ നമുക്ക് അവൻ കൂടി വരുവാനും കർത്താവിനെ സ്തുതിപ്പാനും ഈ ഒരു അവസരം ദൈവം ഒരുക്കിയ കാര്യം നമുക്ക് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ചെയ്ത രക്ഷയും അവൻ നമുക്ക് വേണ്ടി ചെയ്ത വലിയ അവൻ ഹല്ലേലൂയ അവൻ അവൻ ആ വാഗ്ദത്തവും അവൻ എത്ര അവൻ ഉന്നതവും അവൻ ഹല്ലേലൂയ അതെത്ര മനോഹരവുമാണ്. ഹല്ലേലൂയ. നമ്മുടെ അവൻ മനുഷ്യനായ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി മരിച്ചുയർത്തു. ഹല്ലേലൂയ. അവൻ നക്ഷത്രങ്ങൾക്കും താരങ്ങൾക്കും ഒക്കെ മുമ്പേ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച രക്ഷയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ ദൈവജനം കാണുന്നു. ഹൃദയം അവൻ തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. മനം തകർന്നവർക്ക് അവൻ ഹല്ലേലൂയ കൃപയാൽ അവൻ ഹല്ലേലൂയ പരിചരണം നടത്തുന്ന ഒരു കർത്താവ്. ആ കർത്താവിന്റെ അവൻ ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയ അവൻ വലിയ ക്രിയകളെ ഓർത്ത് ധ്യാനിച്ച് കർത്താവിനെ ചേർന്ന് പാടി നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സ്തുതിച്ചിടുവാൻ കീർത്തനങ്ങളുള്ള പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. Devan
തനിച്ച് വേർതിരിക്കപ്പെടുന്ന ജനം. ഹല്ലേലൂയ. വലുത് നാം കാണുന്നത് തനിച്ച് പാർക്കുന്ന ഒരു ജനം യാതൊരു കൊടുത്തില്ല. ഹല്ലേലൂയ. പിതാക്കന്മാർ സത്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചുന്ന ആൾ. ഹല്ലേലൂയ. അവരെ മാനിച്ച ദൈവം യേശുവിന്റെ ജനമായി കർത്താവിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടതിന്റെ ജനം. ഹല്ലേലൂയ. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്ന് പറയുന്നത് ഹല്ലേലൂയ അനുഭവത്തോട് ചേർന്ന് ഇതുപോലെ യേശുവിൻ ജനമായി ഭയമില്ലാതെ ഹല്ലേലൂയ ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവത്തെ ആരാധന സമർപ്പണത്തോടെ നാമായിരിക്കുന്നു. നമുക്ക് അടുത്ത കാലം കൂടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുന്നത്. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാം അവൻ ദാസനായ പാട്ട് പഴയ കാലം ചേർന്ന് പാടി കരങ്ങളെ തട്ടി ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ വീണ്ടും ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാം അവൻ ദാസനായി വസിച്ചിടാം. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ലേശവും കലങ്ങേണ്ട നാം അവൻ ദാസനായി വസിച്ചിടാം. ലോകത്തിലെന്തെല്ലാം ഭവിച്ചാലും ലോകത്തിലെന്തെല്ലാം ഭവിച്ചാലും
ഇന്ന് പകൽക്കാലം ഈ ആരാധന തുറന്ന നിമിഷങ്ങൾ നമ്മൾ വെളിപ്പെടുവാൻ കർത്താവിനെ സഹായിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. Praise God. Hallelujah. We glorify for this Hallelujah. the rest of the worship and Oh, Jesus. Let everything go according to your will. Let us all give you all the glory and honor. Summoning everything else in the end. Christ's name we pray. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം എഴുന്നേൽക്കാം. സകലവാനിക്ക് പ്രബോധനത്തിനും അതുപോലെ സ്വതന്ത്ര ഇംഗ്ലീഷ് വർഷപരമായ സമയത്ത് വേർതിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. 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 33-ാം സങ്കീർത്തനം വാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Let us sing Psalm 33 responsibly and give glory to God. 33-ാം സങ്കീർത്തനം Psalm 33. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അവന് പുതിയ പാട്ട് പാടുകയും ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിക്കുകയും അവൻ നീതി ന്യായം ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങൾ സംഗ്രഹിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായി, അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. യഹോവ സ്വർഗ്ഗത്തിൽ നോക്കുന്നു, മനുഷ്യപുത്രന്മാരെയൊക്കെ കാണുന്നു. അവൻ അവരുടെ ഹൃദയങ്ങൾ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. ജയത്തിന് ബദ്ധമാകുന്നു, തന്റെ പരാതിക്ക് കൊണ്ടത് വിടുവിക്കുന്നതുമില്ല. അവരുടെ പ്രാണനം മരണവും വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. രണ്ട് വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുക, നമ്മുടെ ഹൃദയം അവൻ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിന്ന് പ്രത്യാശിക്കുന്നത് പോലെ
നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദിവസത്തിൽ ആയിരിക്കാൻ കർത്താവേ സഹായിക്കുകയാണ്. ദൈവത്തെ സ്തോത്രം അർപ്പിച്ചാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. നീതിമാന്മാരെ യഹോവയിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ നീതിമാന്മാരാക്കിയ ദൈവത്തിന്റെ കരുണയോട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നീതി ഇന്ന് പകൽക്കാലം നമ്മിലേക്ക് കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് നിൽക്കുന്നത് ഹല്ലേലൂയ. We will sing an English song and worship God. Hallelujah. Dear children, നമുക്ക് ഒരുമിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തെ വീണ്ടും തുടർന്ന് ചില നിമിഷങ്ങളോട് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Glory to God, Jesus. Hallelujah. 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 Stop. Stop. Stop.
സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ദിവസങ്ങളായിരിക്കുന്നു. കർത്താവേ, thank you Lord for the blessed assurance we have in Christ Jesus that we are your children. Hallelujah. We are here worshiping God in spirit and truth. Thank you for the assurance of the eternity. This morning we worship you, Lord. We glorify your holy name. അവിടുത്തെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, അവിടുത്തെ നാമത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം ദിവസം ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലവരെ അങ്ങനെ അനുഗ്രഹിക്കണമേ, ദൈവകൃപയോടെ വ്യാപരിക്കണമേ. ഇന്ന് പകൽക്കാലം ദിവസത്തിലായി എല്ലാ ദൈവജനത്തെയും അവിടെ അനുഗ്രഹിക്കണമേ. We are in your presence and we seek your face, Master. Hallelujah. Praise the Lord. Praise the Lord. ശുശ്രൂഷകളെല്ലാം അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ സംസാരിക്കും, അവിടുത്തെ നാമത്തിന്റെ ഭാവത്തിൽ ഞങ്ങൾ വെളിപ്പെടണം. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Please be seated. എല്ലാവരും ദേശത്തിലിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടായി നല്ല പകൽക്കാലത്തിനായി, വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തിരുസന്നിധിയിൽ കടന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഒരു വിശുദ്ധ പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുകയും ചെയ്യും. നാം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വരുമ്പോൾ 33-ാം സങ്കീർത്തനം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വചനമാണ്. ദാവീദിന്റെ ധ്യാനമായി 32-ാം സങ്കീർത്തനം മുതൽ ആരംഭിച്ച് 34-33 സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ ഒരേ ടോണില് നമുക്കത് കാണുവാൻ കഴിയും. 33-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പ്രധാനമായും the theme of this psalm is the steadfast love of our Lord. ദൈവത്തിന്റെ ദയ, ഹല്ലേലൂയ, കർത്താവിന്റെ ദയ അത് ഏറ്റവും വലുതായി ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. The steadfast love of our Lord that never ceases. ഹല്ലേലൂയ. Praise the Lord. ഒരിക്കലും തീർന്നു പോകാത്ത, ഒരിക്കലും വറ്റിപ്പോകാത്ത ദൈവത്തിന്റെ ദയ. ഹല്ലേലൂയ. Praise the Lord. മലയാളത്തിൽ ദയ എന്ന ഒറ്റ വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ എബ്രായ പദത്തിലും ഇംഗ്ലീഷിലും അത് സ്തോത്രം വളരെ ആഴമേറിയ ഒരു പദമാണ്. The steadfast love of our Lord. Praise the Lord. That has a great meaning towards our experiences with our Lord. ദൈവവുമായുള്ള നമ്മുടെ അനുഭവത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. It is not just a phrase, it is not just a statement. അത് വെറുതെ ഒരു വാക്കായി പറഞ്ഞു വിടുകയല്ല, അനുഭവത്തിന്റെ ഭാഗമായി ഇന്ന് പകൽക്കാലം ദിവസമായിരിക്കും പറയാൻ കഴിയും. കർത്താവിന്റെ ദയ കാരണം, അവിടുത്തെ കരുണ കാരണമാണ് ഞങ്ങൾ ദൈവത്തിലായിരിക്കുന്നത്. മോശ ഇത് പറഞ്ഞു, എബനേസർ എന്ന് പറഞ്ഞുകൊണ്ട് മോശ പറയും, ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. കർത്താവിന്റെ കരുണകൾ, ഹല്ലേലൂയ, കർത്താവ് നടത്തിയ വിധങ്ങൾ ശമൂവേൽ പ്രവാചകൻ പറയാനിടയായി. ഇസ്രായേൽ രാജാക്കന്മാർ പലരും പറഞ്ഞു, പുരോഹിതന്മാർ അത് ഏറ്റുപറയാനിടയായിത്തീർന്നു. അനേക ദൈവസന്നിധിയിൽ ഹൃദയംഗമായി പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ എഴുതിയ അനേക ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞിരിക്കുന്നുണ്ട്, O Lord, your steadfast love is so great. Hallelujah. Praise the Lord. The earth is full of his steadfast love. ഭൂമി മുഴുവൻ തന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Praise the Lord. ദൈവത്തിന്റെ ദയ ആവശ്യമുള്ളവർക്ക് അതെപ്പോഴും അവൈലബിൾ ആണ്. It is always available to those who are in great need of the steadfast love of the Lord. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ അവരെ സ്നേഹിക്കാനാണ്. അവരെ ശിക്ഷിപ്പാനോ അവരെ മണ്ടത്തേൽപ്പിച്ചു കൊടുക്കുവാനോ അവരെ ഹല്ലേലൂയ ഫലിസിപ്പാനോ ഒന്നുമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം അവരെ സ്നേഹിപ്പാനാണ്. The love of God. Praise the Lord. Hallelujah. The agape love of God. And we are the people who are most fortunate to receive the pinnacle of God's love. The Son of God, Jesus Christ, died on the cross for us and showing his love for us. അതിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നിരിക്കുന്നു. ലോകത്തെ ശിക്ഷിച്ചുവെന്നോ ലോകത്തെ ന്യായം വിധിച്ചെന്നോ അല്ലെങ്കിൽ ലോകത്തെ മറ്റേത് ശിക്ഷിപ്പാനൊക്കെ ദൈവത്തിന് കഴിയുന്ന സ്നേഹമാണ് എപ്പോഴും ദൈവത്തിന്റെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഏറ്റവും മുമ്പിൽ. അതുകൊണ്ട് ആത്മാവിന്റെ ഫലത്തിൽ ഏറ്റവും നാം കാണുന്നത് സ്നേഹം എന്ന തുടങ്ങുന്നത്. The expression of God. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തെ മറ്റെന്തിനെ കൊണ്ടും ഉപമിക്കാൻ കഴിയും. സ്തോത്രം. വളരെ ഉത്തുംഗമായ അനേക ഉപമകൾ ഈ ലോകത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ഉണ്ട്, അല്ലെ? സ്തോത്രം. എന്നാൽ ദൈവത്തെ വിശേഷിപ്പിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഗോഡ് ഈസ് ലവ്, അല്ലെ? മറ്റെന്തിനെ കുറിച്ച് പറഞ്ഞാലും കുറഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. ലവ്, സ്നേഹം പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് സന്തോഷം, അല്ലെ? സ്നേഹം പോലെ ഇമ്പോർട്ടന്റ് ആ സമാധാനം. പക്ഷെ അതൊന്നും ചേർത്ത് പറഞ്ഞില്ല, ദൈവം സ്നേഹമാണ്.
പ്രിയമുള്ളവരെ, ഏത് വിഷയത്തിന്റെ മേലും പരിഹാരവും സ്നേഹമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മോട് കാണിക്കുന്നത് സ്നേഹമാണ്. ദയ എന്ന മലയാളം പദമാണ് ഹല്ലേലൂയ നമ്മുടെ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിലും ഹല്ലേലൂയ അതിന്റെ യഥാർത്ഥ അർത്ഥം സ്റ്റെഡ്ഫാസ്റ്റ് ലവ്. സ്റ്റെഡ്ഫാസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു പോകാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ഒരുവനോട് കാണിച്ചാൽ, ദൈവത്തിന്റെ ദയ ഒരുവനോട് കാണിച്ചാൽ, ദൈവത്തിന് ഒരുവനോട് സ്നേഹം ഉണ്ടായാൽ, ദൈവത്തിന്റെ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ, തന്റെ സ്വന്തം സൃഷ്ടിയായി തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം സ്നേഹിക്കുമ്പോൾ അതൊരിക്കലും മാറിപ്പോകുന്നതല്ല. ഹല്ലേലൂയ. അതൊരിക്കലും അറിയില്ല. ഇത് പകൽക്കാലം ആ ദൈവസ്നേഹത്തിന്റെ മറവില്, ആ ദൈവസ്നേഹത്തിന്റെ നിറവില് അതിനെ ആവോളം അനുഭവിച്ചറിയുവാൻ, ദൈവം ആരെന്ന് അനുഭവിച്ചറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യ പദവിയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിന്റെ നാൾ വഴികളാണ്. The course of the love of God is explaining each and every verse of this psalm. Hallelujah. Each and every verse. Hallelujah. How God is showing His steadfast love towards us. Hallelujah. First of all, He has made us righteous. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിക്കുന്നു. Praise the Lord. പാപത്തിന്റെ ശക്തിയെ ശക്തമായ പ്രഹരം നമ്മിൽ വരുമ്പോൾ, തല ഉയർത്തുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഹല്ലേലൂയമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മെ നീതിമാന്മാരാക്കി. നീതിയാൽ ക്രിസ്തുവിലൂടെ നമ്മിലേക്ക് പകർന്ന ദൈവനീതി. God made us righteous. God made us right. Praise the Lord. Hallelujah. The word used there is right, righteous. Praise the Lord. And everything was wrong with regard to our lives. ഒന്നും നേരെ പോകാത്ത അവസ്ഥയിൽ, എന്തും കാര്യങ്ങൾ നേരെ പോകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നേരെയാക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്, നമ്മുടെ ദൈവം മാത്രം. ഹല്ലേലൂയ. ഇതുപോലെ എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവേ, നേരായി പോകാത്ത, നേരെയല്ലാത്ത, ചൊവ്വല്ലാത്ത, പ്രതികൂലം അനുഭവിക്കുന്ന, ഹല്ലേലൂയ, സ്ട്രെയിറ്റൻ ചെയ്യപ്പെടേണ്ട, നന്നായി പോകേണ്ട, സത്യമായി വരേണ്ട, നീതിയായി വരേണ്ട, നേരെയായി വരേണ്ട, ഹല്ലേലൂയ, ചൊവ്വുള്ളതായി വരേണ്ട ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ എന്നെ നീതിമാനാക്കേണ്ട ദൈവത്തിന് ആ വിഷയം പ്രയാസമല്ല. ഏറ്റവും പ്രയാസം നമ്മെ നേരെയാക്കുക, നമ്മെ നീതിമാന്മാരാക്കുക എന്നുള്ളതായിരുന്നു സ്വർഗത്തിലെ ഏറ്റവും വലിയ ഒരു ചോദ്യം. How shall we make the humankind righteous? How can we make them straight? Hallelujah. അവർ വളഞ്ഞ വഴിയിൽ പോയി, അവർ പാപത്തിലകപ്പെട്ടു, അവർ ഒരിക്കലും നന്നായി കൊണ്ടുവരാൻ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് സാത്താൻ ഹല്ലേലൂയ ജയിച്ചു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ, നമ്മെ നേരെയാക്കിക്കൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ആ ദൈവത്തിന്റെ പ്രവൃത്തി കാൽവറിയിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന് താഴെ മറ്റെല്ലാ വളഞ്ഞ വഴികൾ നിൽക്കത്തുള്ളൂ, മറ്റെല്ലാ പ്രശ്നങ്ങൾ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നീതിമാന്മാരെ, നിന്നെ നീതിമാനാക്കിയ ദൈവത്തിന് സകലവും കഴിയും എന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. Celebrate the name of the Lord because He has made you righteous. Oh, righteous people, worship the Lord. Hallelujah. What is a proof of that? As the psalmist is explaining verse by verse. In the world, I സമയം എടുക്കുന്നില്ല. വൈപിയുടെ മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്. അധികമായ പല പ്രാവശ്യം ഞാൻ ഇവിടെ വിവരിച്ചിട്ടുള്ള സങ്കീർത്തനമാണല്ലോ ഇത്. Verse by verse when we think, we can see that how God established His steadfast love in the life of humanity. Hallelujah. മനുഷ്യന് വേണ്ടി ഇതെല്ലാം ചെയ്തു. സൃഷ്ടി മുഴുവൻ മനുഷ്യന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടിയതായിട്ടൊന്നും സൃഷ്ടിച്ചതല്ല, നമ്മെ സ്നേഹിച്ച് നമ്മോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ, നാം പുറത്തേക്ക് നോക്കിയാൽ ഒരുപാട് പരാതികൾ നമുക്ക് ദിവസത്തിൽ പറയാൻ കാണും. But when we look into ourselves and also when we look outside, we can say that the love of God is everywhere. അവരുടെ ഭൂമിയൊക്കെ അവന്റെ സ്നേഹം, അവന്റെ ദയ നിറഞ്ഞിരിക്കുന്നു. Hallelujah. But if we have a positive attitude, we can take it out one by one. Hallelujah. We can praise God for each and everything. Hallelujah. Each and every moment, even if we praise God, we will not finish praising God for all those, hallelujah, all those presentations of God's love, steadfast love towards us, inside of us and even outside of us. Hallelujah. നമ്മുടെ സഹോദരൻ നോക്കിയാൽ, നമ്മുടെ സഹോദരൻ നോക്കിയാൽ, കൂട്ടായ്മ നോക്കിയാൽ, ദൈവ സാന്നിധ്യം ഇതുപോലെ അനുഭവിച്ചറിയാൻ നോക്കിയാൽ, എല്ലാത്തിനും മീതെ
നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. അത് അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം we are here to celebrate the steadfast love of the Lord. We are here to declare the steadfast love of God. We are here to take the steadfast love of the Lord out to the world. Hallelujah. In and through our lives, whatever may happen. Hallelujah. Whatever things come against us, whatever challenges we have, രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നന്മയിലും അനുഗ്രഹത്തിലും ദൈവത്തിന്റെ സകല പ്രവർത്തിയിലും ദൈവത്തിന്റെ സ്നേഹത്തെ കാണുന്ന നീതിമാന ഭക്തന് ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഒരു നിമിഷം അടയ്ക്കാം. ഒരു നിമിഷം കൈരേഖയിൽ വന്ന് പറയാം, കർത്താവേ നിന്റെ ദയ വലുതാ, നിന്റെ ദയ എല്ലായിടത്തും എനിക്ക് ദർശിപ്പാൻ കഴിയും. ഇന്ന് പകൽക്കാലം എന്നെ അവിടുത്തെ മകളാക്കി തീർത്തുകൊണ്ട് അവിടുത്തെ സ്നേഹം യേശു ക്രിസ്തുവിലൂടെ പ്രകാശിപ്പിച്ച് അവിടുത്തെ ദയക്കായി നന്ദി പറയുമെന്ന് പറഞ്ഞു ദൈവത്തെ ആരാധിച്ചാണ്. Let us worship God. Hallelujah. For God has shown His steadfast love, the pinnacle of His love, the greatest representation of His love through His own Son and our Lord Jesus Christ. And let us thank God for that as we experience the love of God in and through our lives. Hallelujah. Let us worship His name. Hallelujah. ഒരു ദിവസം ദൈവത്തെ സ്തുതിച്ചാണ്, ഒരു ദിവസം ദൈവത്തിന് ആരാധന കൊടുത്താണ്. അവിടുത്തെ മകനാക്കി മകളാക്കി എന്നെ തീർന്ന് അവിടുത്തെ എന്റെ മേൽ ചൊരിഞ്ഞ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. മറ്റെല്ലാം മാറ്റിവെച്ച് മറ്റെല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ചിന്തകളും വെല്ലുവിളികളും മാറ്റിവെച്ച് എന്റെ ദൈവത്തിന് ഞാൻ ആരാധന അർപ്പിക്കുക. കാരണം നീ എന്നെ സ്നേഹിച്ച ദൈവമാതാവ്, എന്നെ വീണ്ടെടുത്ത ദൈവമാ. ആ വീണ്ടെടുപ്പമില്ല ഹല്ലേലൂയ മറുപടിയായി കർത്താവേ എനിക്ക് വേണ്ടി നൽകി തന്ന് എന്നെ സ്നേഹിച്ച മഹൽ സ്നേഹം, നിത്യ സ്നേഹം ഹല്ലേലൂയ അതോടെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവിന്റെ കാലം അവിടുത്തെ സ്നേഹത്തിനായി അവിടുത്തെ ദയയ്ക്കായി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലവ് കവേഴ്സ് ഓവർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. ഹല്ലേലൂയ. സ്നേഹം ഹല്ലേലൂയ അകൃത്യങ്ങളുടെ ബഹുത്വത്തെ കുറയ്ക്കുന്ന ആ സ്നേഹം ഹല്ലേലൂയ. സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പാപികളായി ക്രൂശിന്റെ ശത്രുക്കളായി ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ ഞങ്ങളെ തേടിയുള്ള ദൈവസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിന് കിടപടയ്ക്കുവാൻ ഞങ്ങളുടെ പകരം വെക്കുവാനൊന്നുമില്ല കർത്താവേ. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. പലപ്പോഴും അതിന് അപ്പുറമായി ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ, ഞങ്ങളുടെ പിടിവാസങ്ങളൊക്കെ ഞങ്ങൾ അതിന് മുകളിൽ വെക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കുറവുകളെ അങ്ങ് ക്ഷമിച്ചത് പോൽക്കാലം ആ ദൈവസ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകണമേ. കർത്താവിന്റെ ദൈവങ്ങളിലേക്ക് ഒഴുകണമേ. തള്ളിക്കളയാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം ഹല്ലേലൂയ പകൽക്കാലം അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ ചേർത്ത് അവിടുത്തെ മാർവോട് അടുപ്പിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതനുഭവിച്ചറിയുവാൻ ഈ രാഷ്ട്രക്കാലം മുഴുവൻ ഞങ്ങളെ ഇടയാക്കണമേ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. മാനവ മഹത്വം അങ്ങ് അർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. May your request be made known to God, and the peace of God which surpasses all understanding will guard your hearts and minds through Christ Jesus. Deuteronomy 6:5. Love the Lord your God with all your heart, with all your soul, with all your strength. You are worthy, O Lord, to receive you glory and honor and power, for you have created all things, and by your will they exist, and they are created. Revelation 4 verses 11. Hebrews 13 verse 5. Through Jesus, therefore, let us continually offer to God a sacrifice of praise, the fruit of lips openly profess His name. 2 Thessalonians 3 verses 16. May the Lord of peace Himself give you peace at all times and in every way. May be the Lord with you all. The Lord is good, a stronghold in the day of trouble, and He knows those who trust in Him.
Now whom one will send him? Matthew 7:7. Ask and I give it to you, seek and you'll find, knock and the door will be open to you. But the Helper, the Holy Spirit, whom the Lord will send in my name, he will teach you all things and bring to your remembrance all things I said to you. John 14:26. Luke 11:9-13. So I say to you, ask and it will be given to you, seek and you will find, knock and the door will be open to you. For the one who asks receives, the one who seeks finds, and the one who knocks the door will be open to you. Which one of you fathers, if your son asks for a fish, will give him a snake? Or if he asks for an egg, will give him a scorpion? If you then, though you are evil, know how to give good gifts to your children, so how much more will your Father in heaven give the Holy Spirit to those who ask him? Galatians chapter 6, verses 4-5. But let each one examine his own work, and then he will have rejoicing in himself and not in another. For each one shall bear his own work. The kings of the Gentiles exercise lordship over them, and the ones who have authority over them are called benefactors. But not so with you. Rather, let the greatest among you become as the youngest, and the leader as one who serves. The leader as one who serves. For who is greater, the one who reclines the table or the one who serves? Is it not the one who reclines the table? Or not so with you? I am among you as one who serves. Luke 22:25-27. If any of you lacks wisdom, pray to God, and He shall, who gives all, and without a thought, He shall give it to you. John 1:6. Praise God. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം നല്ല പെണ്ണ് നല്ല പാത പിന്തുടർന്നിടാം നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം നല്ല പെണ്ണ് നല്ല പാത പിന്തുടർന്നിടാം ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം കടത്തിലോട് പോരാടിയെങ്കിലോ ഇത് കാവിക്കുന്നവരെ മാത്രമല്ലയോ ഒറ്റക്കടത്തിലോട് പോരാടിയെങ്കിലോ ഇത് കാവിക്കുന്നവരെ മാത്രമല്ലയോ ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം മുന്നിലുള്ള രാത്രിയിലേക്ക് നേരെ ഓടിടാം പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം മുന്നിലുള്ള രാത്രിയിലേക്ക് നേരെ ഓടിടാം ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം ആശ്രയിച്ചരത്രമേ അടങ്ങിയൊടുങ്ങി ആശ്രവച്ച മക്കളെപ്പോഴും ലഭിച്ചിടും ആശ്രയിച്ചരത്രമേ അടങ്ങിയൊടുങ്ങി ആശ്രവച്ച മക്കളെപ്പോഴും ലഭിച്ചിടും ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം ആരും പാപം പള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടത്തിരക്കാം ഏതുനേരത്തും പിശാചിനത്ര ചെയ്തിടും ഇതിനേറ്റ ദൂരമിട്ട് കാത്തുകൊള്ളുവാൻ ഏതുനേരത്തും പിശാചിനത്ര ചെയ്തിടും ഇതിനേറ്റ ദൂരമിട്ട്
അധ്യായം 28 മുതൽ 39 ഭാഗങ്ങളാണ് നാം ചിന്തയ്ക്കാധാരമായിട്ട്. ഇന്ന് ആ ഭാഗങ്ങൾ മുഴുവൻ വായിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. നാം ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതനുസരിച്ച് ചില വാക്യങ്ങൾ വായിപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അതിന്റെ നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീഡെഡിക്കേഷൻ, ഇറ്റ്സ് എ ഒരു പുനഃസമർപ്പണമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. Praise the Lord. We will be meditating the word of God, Nehemiah 10, 29 to 39, 28 to 39. I won't be reading all the verses. These verses are specifically talking about the rededication of the wall. അവരെ തന്നെ അവരുടെ ജീവിതങ്ങളെ, ഇറ്റ്സ് നോട്ട് ദ റെഡിക്കേഷൻ ഓഫ് ദ വോൾ, ബട്ട് അവരുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ പുനഃസമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് നാം 10-ാം അധ്യായത്തിൽ കാണുന്നത്. In the 10th chapter, we are looking into the experience of rededication of their lives. അവിടെ മോശയുടെ ന്യായപ്രമാണം അവർ വായിച്ചതായി നാം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. We saw in 9th verse, we can see it in the 9th verse that they, 9th chapter that they read the law of Moses. അതിനുശേഷം അവർ ദൈവത്തെ കുറിച്ച്, ദൈവം ആരെന്നുള്ളത്, ഈ ദൈവം ആരാണ്, അവർ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ളതാണ് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചപ്പോൾ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു അധ്യായമാണ് 9-ാം അധ്യായം. So 9th chapter is a chapter about whom they worship, the Israelites whom they worship, the characteristic of the God. That is what we meditated upon for the last week and the last week. മോശയുടെ ന്യായപ്രമാണം വായിച്ച് ജനം ദൈവത്തിലേക്ക് അടുത്ത് വന്നപ്പോഴാണ് അവർ സേവിക്കുന്ന ദൈവത്തിന്റെ മഹത്വം അവർ തിരിച്ചറിയുന്നത്. When they read the law of Moses, at that moment they realized the glory of the God whom they worship. റോമാലേഖനം വായിക്കുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു, അല്ലേ? In Romans we read that the faith increases through the hearing and the hearing through the word of God. അപ്പോൾ ദൈവത്തിന്റെ വചനം എവിടെ പ്രഖ്യാപിക്കുന്നോ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. Wherever we are declaring the word of God, there is a presence of God. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ഒരു രൂപാന്തരം നടക്കും, ട്രാൻസ്ഫോർമേഷൻ. There is a transformation which happens wherever we are declaring the word of God. ദൈവ സാന്നിധ്യം എവിടെ വെളിപ്പെട്ടോ അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. There were changes happening wherever the word of God was declared. ഓരോ സമയവും, every time, ഓരോ പ്രാവശ്യവും നാം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞ പ്രസംഗം കേട്ടു പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞുള്ളതല്ല, നമ്മിലൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് ആ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനമായ ഔട്ട്കം. The major outcome of any sermon or the word of God when we receive is that there was a transformation within us when we hear the word of God. ഈ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവജനം പറയുകയാണ്, ഞങ്ങൾ ചില തീരുമാനങ്ങൾ ഉടമ്പടി ദൈവസ്ഥലത്തിൽ എടുക്കുകയാണ്. When we come to the 10th chapter, the people are saying that we are taking some covenants with God. Covenant എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്ന വാക്കിന് വളരെ ആഴമേറിയ അർത്ഥമാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. Covenant means promise, and we know that there is a deeper meaning about a covenant when we read in the Old Testament. It is the old covenant and the new covenant. പഴയ നിയമം പുതിയ നിയമം അങ്ങനെയാണ് നമ്മൾ Old covenant and new covenant. വേദപുസ്തകത്തെ ഉണ്ടായി തിരിച്ചിരിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള ഉടമ്പടിയാണ് ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. The word of God is the covenant between God and us. അപ്പോൾ നാം ദൈവസന്നിധിയിലെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ഉടമ്പടിക്ക് ഭാഗമായിരുന്ന ആ ഉടമ്പടിയെ മുദ്രയിട്ട ലേവ്യരായ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിവിധ ഗോത്രങ്ങളിലുള്ള ഫ്രം ഡിഫറെന്റ് ട്രൈബ്സ് ആരൊക്കെയാണെന്നുള്ള വലിയ ലിസ്റ്റാണ് 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. When we read the chapter 1 onwards to the 27th, we see the list of people who put seal unto the covenant of God. അതിനുശേഷം 28-ാം വാക്യം മുതൽ അവർ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് അവർ തീരുമാനമെടുത്തത് എന്ന് കാണാൻ കഴിയും. From 28th verse onwards, we see that what are these decisions they have taken. ഏതൊക്കെ വിഷയത്തിലാണ് അവർ ദിവസം തീരുമാനമെടുത്തത്? What are subjects they have decided upon? അവർ 3 മേഖലയിലാണ് തീരുമാനമെടുത്തത്. They have decided upon 3 areas of life. ഒന്ന്, അവർ ദൈവത്തോടുള്ള ആരാധന കാര്യത്തിൽ തീരുമാനമെടുത്തു. One is about the worship towards the God. മറ്റൊന്ന് ജാതികളോടുള്ള അവരുടെ ബന്ധത്തിന്റെ തീരുമാനമെടുത്തു. Second covenant was about their relationship with the Gentiles, other nations.
other nations. മൂന്നാമതായി നാം കാണുന്നത് അവർ യഹോവയുടെ ആലയത്തോടുള്ള ഒരു തീരുമാനമെടുത്തു. Third is the decision which they took for the place of worship or the temple of God. ഈ 10ാം അധ്യായത്തിന്റെ അവസാന ഫ്രേസ് നാം കാണുമ്പോൾ When we come to the last phrase of 10th chapter, അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് വായിച്ചാട്ട് അവസാനത്തെ ആ വാചകം, last chapter, 10ാം അധ്യായത്തിന്റെ അവസാനത്തെ ആ വാചകം ഒന്ന് വായിച്ചാട്ട്. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. We will not neglect the house of our God. we will not neglect the house of our God. അവരുടെ ഉടമ്പടിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ദൈവത്തിന്റെ ആലയം വിട്ടൊരു പരിപാടിയില്ല. This is the last statement of the covenant, saying that we will not neglect the house of our God. എല്ലാവരും വായിച്ചിട്ട് വാക്യം, ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. എല്ലാവരും We ചേർന്ന് will പറഞ്ഞാൽ not neglect the house of our God. we will not neglect the house of our God. We will not neglect the house of our God. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്, ദൈവത്തിന്റെ ആലയം വിട്ട ഒരു പരിപാടിയില്ല. In our life, there is no other business leaving the house of our God. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. Our body is the temple of God. എന്നിരുന്നാൽ തന്നെയും ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, There is a speciality of the physical place where we come together and worship God. ഇവരെല്ലാം ദൈവത്തിന്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി അകന്നിരുന്നവരാണ് ഈ ദൈവജനം. These people, when we talk about in the Nehemiah, these people were away from the presence of God. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിതോടെ In the leadership of Zerubbabel, the temple was built, പക്ഷേ ആരാധന യഥാസ്ഥാനപ്പെട്ടില്ല. but the worship was not at the right place. ആലയം അവിടെ, There is a temple of God, പക്ഷെ ജനം നിന്നില്ല. but the people were not available there to worship God. എന്താണെന്ന് അവർ ആലയത്തിലേക്ക് വരുമ്പോൾ അവർ ഈ പട്ടണ വാതിൽ കടന്നാ വരേണ്ടതല്ലേ? They have to come into the temple of God by crossing the wall. പക്ഷേ ഈ പട്ടണം എന്താണ്? മതിലില്ലാതെ, But the city is without the wall. തീ വെച്ച് നശിപ്പിച്ച രീതിയിൽ It has been destroyed completely. തീ വെച്ച് ആ പട്ടണം മതിൽ നശിപ്പിച്ചിട്ട് അത് കാണുമ്പോൾ ഈ ജനത്തിന്റെ നിന്ദ അവിടെ വെളിപ്പെടുന്നത്. It shows the insult or it shows the insult. It shows the insult of the Israelites when we see the walls were burned down and destroyed. അത് അവരുടെ ഐഡന്റിറ്റി, അവരുടെ പരിപാലനത്തിന്റെ, അവരുടെ കെട്ടുറപ്പിന്റെ ഒരു പ്രതീകമാണ് ഈ മതിൽ എന്ന് പറയുന്നത്. The wall shows the protection and their respect. അപ്പൊ അതില്ലാതെ അവർ ആരാധനയ്ക്ക് പോകുമ്പോൾ അവർക്ക് വലിയ പ്രയാസമാണ്. When they are going into the temple of God without the right wall being built, it's a difficulty for them to worship അത് God. മാത്രമല്ല, ന്യായപ്രമാണം അവരിൽ ഒത്തിരി അകലെയായിരുന്നു. And also, it is not only that the law of the God was away from them. ദൈവം 3 പേരെ പ്രധാനമായും ഇസ്രായേലിന്റെ ഉത്ഥാനത്തിന് ഉപയോഗിച്ചത്. God has used 3 people from Israel for the deliverance of Israel. ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒന്നാമതായി ആലയം പണിയുവാൻ സെരുബ്ബാബേലിനെ ഉപയോഗിച്ചു. First, the temple was built by Zerubbabel. രണ്ടാമതായി ന്യായപ്രമാണം മോശയുടെ ന്യായപ്രമാണം യഥാസ്ഥാനപ്പെടുത്തുവാൻ അതിൽ പ്രാവീണ്യമുള്ള എസ്ര എന്ന ശാസ്ത്രീയത എഴുതി. And Ezra was a scribe which was raised up to establish the law of Moses. മൂന്നാമതായി പട്ടണ മതിൽ പണിയുവാൻ ഡിപ്ലോമാറ്റായ നെഹമ്യാനെ ഉപയോഗിച്ചു. Third person was Nehemiah, who was selected to build the wall as a diplomat. So we can see a threefold restoration for the people. ഈ 3 തലത്തിലും ദൈവം തന്റെ ജനത്തെ ഉദ്ധരിക്കുകയാണ്. We can see the 3-step restoration for the children of God. അങ്ങനെ ദൈവം അവരെ ഉദ്ധരിച്ചപ്പോൾ അവരുടെ പ്രതികരണമാണ് നാം 10ാം അധ്യായത്തിൽ കാണുന്നത്. When God delivered the people, that was this. In the 10th chapter, we can see the response of the people of Israel. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നാം ദൈവത്തോട് അതനുസരിച്ച് പ്രതികരിക്കണം. When God blesses us, we should be responding accordingly the way of the blessing which God is giving unto us. ഒന്നാമത് നാം കാണുന്നത് a personal application of God's truth begins with the personal holiness based on understanding. Amen. The personal application of God's truth begins with a personal holiness based on എന്നാൽ understanding. ദൈവത്തിന്റെ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുമ്പോൾ അതാദ്യം പ്രതിഫലിക്കേണ്ടത് വ്യക്തിപരമായ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെയാണ്. When we receive the truth of God, what should reflect in our life is in our personal areas of our life. It should ഇവിടെ reflect. പറയുകയാണ്, ദൈവം God made us to function as Christ's body
and independent body parts cut off from the rest don't usually function. എന്ന് പറഞ്ഞാൽ നമ്മെ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർത്ത് പണിഞ്ഞിരിക്കുമ്പോൾ നാം അത് ഒരു ശരീരമായി നിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. When our God is creating us as the part of Christ's body, we have to be united with Christ so that it should function as the Christ's body. നമ്മുടെ ശരീരത്തിൽ രോഗം വരുന്നതെന്ന് അറിയാം, രോഗാവസ്ഥ പറയുന്നതെന്ന് അറിയാം. രോഗം, do you know why diseases come to ഡിസീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രോഗം, സിക്നസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മറ്റു ഭാഗത്തോട് ചേർന്ന് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് രോഗമായി മാറുന്നത്. When any part of our body is not working in accordance with the rest of the body, then it is called as sickness. അത് പലതരത്തിലാണ്. It can come in different ways. പലപ്പോഴും ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് പനി വന്നിട്ട് അല്ലേ, റെസ്പോൺസ് ചെയ്യുന്നത് Many times ടെമ്പറേച്ചർ. our body react in the way of high temperature. മിക്സി വീട്ടിൽ ഉപയോഗിക്കുന്ന സൗകര്യമാർക്ക് അറിയാം, കുറെ നേരം വെള്ളം ഇല്ലാതെ ഇങ്ങനെ എലപ്പിച്ച് ചൂടാവും സാധനം. We know that the sisters know that when we run the mixer, if you don't put in the water, then it will heat it up. ഇത് പിന്നെ കത്തി പോയിട്ടായിരിക്കും പല ചൂടായെന്ന് നമ്മളെല്ലാം അറിയാറില്ല. കത്തി പിന്നെ പുക വന്ന് പിന്നെ തീ പിടിക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത്. പക്ഷേ ആ ഉപകരണം ആദ്യമേ സൂചന തരുന്നുണ്ട്, ഇച്ചിരി ചൂടായി, അതിന്റെ കോരി ചൂടായിട്ട് ചൂടും മണവും ഒക്കെ വരുമ്പോൾ നമുക്കറിയാം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് ശരിയായിട്ടല്ല. The mixer shows us that it is not working well. The way it has to be used is not the way we are using എന്ന് പറയുന്നത് പോലെ it. The temperature it shows. നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യും ആദ്യം. The same manner our body will respond. പത്തനംതിട്ട ഒരു കോട്ടയങ്ങാട് പീപ്പിൾസ് ക്ലിനിക് ഹോസ്പിറ്റൽ, അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ എടുത്തത് രോഗം എന്ന് ചെയ്യും, പനി എന്ന് പറഞ്ഞത് ചൂടാവും. അദ്ദേഹം ദേഷ്യപ്പെടും, പനി എന്താ രോഗം, ഡോക്ടർ എന്തോ അസുഖം. There is a doctor, if you go to him with sickness, he will ask you what is the problem. Then if you say that I've got high temperature, he gets angry. അറിയോ, പനി ഒരു രോഗമല്ല. He says that the high temperature is not a sickness. അത് ഏതോ രോഗത്തിന്റെ ലക്ഷണമാണ്. It is one of the signs of some other. രോഗം പനിയാന്ന് പറഞ്ഞാൽ, എനിക്ക് പനി ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് അസുഖമല്ല. അവർ പറഞ്ഞത് It is not a sickness, but it shows a disease. പുള്ളി നമ്മളോട് പറയിപ്പിക്കും എന്താ അസുഖം. പുള്ളിക്കാരൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും എന്താ നമ്മുടെ അസുഖം. He wants us to say, he will make us say what is our sickness or disease. പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട്, പക്ഷെ അത് പനിയായിട്ടാണ് വെളിപ്പെടുന്നത്. പക്ഷേ അതിലും ആഴത്തിലേക്ക് നിങ്ങൾ തന്നെ ഡയഗ്നോസ് ചെയ്ത് പറയണം, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. അത് അതിന്റെ പോലെ. So he says that the high temperature is a show of some sickness or diseases. You have to analyze within what is happening, then I can take it forward. എന്ന് പറയുന്നത് പോലെ ദൈവസഭ, ദൈവ ജനം എന്ന് പറയുന്നത് ഒരു ശരീരമായി പ്രവർത്തിക്കേണ്ടതാണ്. The church of God is a united body of Christ. അതായത് ആദ്യം അവർ ചെയ്യുന്നത് അവർ ജാതികളിൽ നിന്ന് അവരെ തന്നെ വേർപിരിഞ്ഞ് അവരെ തന്നെ സമർപ്പിക്കുന്ന അനുഭവം നാം കാണുന്നുണ്ട്. We can see in the first experience what they are doing is that they took away themselves away from the Gentiles or the other people of the different nation. കൊരിന്ത്യർ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, സ്തോത്രം. There is a verse in Corinthians. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. 2 Corinthians 6:14. അവിടെ പറയുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. Do not be yoked together with unbelievers, for what do righteousness and wickedness have in common? Or what fellowship can light have with darkness? ലോകത്തിൽ നാം വ്യത്യാസപ്പെട്ട് മാറ്റപ്പെട്ട് വിശുദ്ധിയോടെ വേർപാട് ദൈവത്തെ ആരാധിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ ശരീരത്തോട് നാം ചേർത്ത് പണിയപ്പെടുന്നു. We will be built along with the body of Christ only when we have a separated life from the Gentiles. അല്പം അവിടെയും അല്പം ഇവിടെയും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറാൻ കഴിയത്തില്ല. We cannot say that we can have a life of a believer and unbeliever. In that case, we won't be made as a part of Christ's പിതാക്കന്മാർ body. ഉയർത്തിപ്പിടിച്ച വലിയൊരു പ്രമാണമാണ് വിശുദ്ധി, വേർപാട്. Our forefathers raised up two things in their life, that is holiness and separated life. ഇപ്പോൾ നമ്മുടെ സഭകളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലോകത്തിൽ നിന്ന്, ലോകത്തിന്റെ രീതിയിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് നമ്മുടെ തലമുറക്ക് ഇപ്പോൾ കഴിയുന്നില്ല എന്ന ഒരു വലിയ വെല്ലുവിളി ദൈവസഭ അനുഭവിക്കുന്നുണ്ട്. The greatest challenge that the Church of God is facing is to live a separated life from the world and to lead a holy life. എല്ലാം അങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന, എല്ലാം കോംപ്രമൈസ് ചെയ്ത അനുഭവത്തിലേക്ക് ദൈവസഭ പോവുകയാണ്. We are living in the times where all things are compromised and everything is allowed. ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെ ഭയക്കുന്നുണ്ടോ സംഭവിക്കുന്നത്?
That is happening because we fear men more than God. ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ ആളുകളെ ഭയക്കുന്നത്. We are fearing men more than God. Praise the Lord. Praise be to God. പേഴ്സണൽ ആപ്ലിക്കേഷൻ രണ്ടാമതായി വരുന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ന്യായപ്രമാണത്തെ അവർ ചെയ്തത് സ്തോത്രം അവരുടെ കുടുംബത്തിൽ ഭവനത്തിനകത്ത് അവർ ദൈവത്തിന്റെ നിയമം പാലിക്കാൻ തുടങ്ങി. Second change which they brought in their life is they started bringing the law of the God in their families. ഒന്നാമതായി വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധി. First of all, their own personal life holiness. ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ ദൈവത്തിന്റെ ശരീരമാകുന്ന ദൈവസഭ എന്ന നിലയിൽ അവർ വ്യക്തിപരമായ വിശുദ്ധി വേർപാട് പാലിച്ചു. As a part of the Christ body, they started following the holiness and the laws of laws. They started following it personally. രണ്ടാമതായി അവർ പറയുന്നത് അവർ ജാതികളോട് ഇടകലർന്ന് അവർ വിവാഹം കഴിക്കുകയില്ല എന്ന ഒരു ഉടമ്പടി ദൈവത്തോട്. They made a promise that they will not give their daughters or they will not indulge in marriages with the people around them. Praise the Lord. Hallelujah. അവർ പറയുകയാണ് സ്തോത്രം ലേവ്യരായ ദൈവദാസന്മാർ ഒരുമിച്ച് അവർ പറഞ്ഞു സ്തോത്രം ഒരിക്കലും ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും മറ്റുള്ള ജാതികളോട് ഇടകലർന്ന് വിവാഹം ചെയ്യത്തില്ല. The Levites came together and said this for the sake of the law of God, together with the wives and their sons and daughters who were able to understand all these now joined their fellows Israelites and nobles. ചെറുപ്പക്കാരെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രത്യേക കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. വളരെ ഫസ്റ്റ് നിങ്ങൾ ഇത്രത്തോളം ഇത്രയും മുടി വേണം, ഇത്രയും കളർ വേണം, അത് ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ഫസ്റ്റ് ചിന്തിക്കേണ്ടത് a godly person shall be my life partner. ഒരു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിരിക്കണം എന്റെ ജീവിത പങ്കാളി എന്ന് വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. I would like to tell this to the young people before you have the preferences for your partner in the physical appearances. You must decide upon a person who is a child of God. ഇവിടെ ഇസ്രായേൽ ജനം അങ്ങനെ അല്ലായിരുന്നു. അവർ ജാതികളോട് ഇടകലരുവാനായി. Here the Israelites were not like that. They were living in mixed with the Gentiles. ദൈവത്തിന്റെ വചനം വായിച്ചു കേൾപ്പിച്ചപ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടായി. When they heard the word of God, they had a change of heart. ജാതികളോട് ഇണയില്ലാപ്പണ കൂട്, അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. They understood the truth about not to yoke together with unbelievers. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഇനിയും അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ വിശുദ്ധിയും വേർപാടും പാലിക്കും. They promised that they will have holiness and separation from the Gentiles. അതുകൊണ്ട് ദൈവവചനം നാം കേൾക്കുമ്പോൾ ആദ്യമേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഇത് സാധ്യമാകാതെ നമ്മുടെ ഏറ്റവും വ്യക്തിപരമായ തീരുമാനങ്ങളിൽ ദൈവവചനം പാലിക്കാതെ നമുക്കൊരു വിശ്വാസം നയിക്കാൻ കഴിയത്തില്ല. We should be understanding that without having a personal change, we cannot live according to the word of God. അത് മാത്രമല്ല അവർ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ തീരുമാനമെടുത്തു. They also decided that they are going to make the Sabbath holy. അവരുടെ ജീവിതത്തില് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ ബിസിനസ്സിൽ അവരുടെ ജോലി മേഖലയിൽ അവർ തീരുമാനമെടുത്തു ഞങ്ങൾ ശബത്തിനെ ശുദ്ധീകരിക്കും. But in their personal life they decided that we will keep the Sabbath holy. പലപ്പോഴും ദൈവസന്നിധിയിൽ നാം സാമ്പത്തിക മേഖലയിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. When we talk about the businesses in our life and the financial matters of our life or in our life, when we stand for God, we might face some losses in our life. പക്ഷേ ദൈവത്തോടുള്ള സമർപ്പണത്തിലെ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുവാനായിരുന്നു. But we should be able to submit ourselves for God. അവർ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കടിഞ്ഞൂലിലെല്ലാം ഞങ്ങൾ ആദ്യഫലമായി ദൈവത്തിൽ കൊണ്ട്. They are saying that all our firstborn will be given unto God. ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കാര്യങ്ങൾ വേർതിരിക്കും. We will separate certain things for the work of in the temple of God. ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും ഒരു കാരണവശാലും കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതാക്കും എന്നവർ തീരുമാനമെടുത്തു. We will not buy from them on Sabbath or any other holy day. That was the decision they took. അടുത്തതായി നാം കാണാൻ കഴിയുന്നത് അവർ ആലയത്തോടുള്ള തീരുമാനമാണ്.
they took another decision regarding to the temple of അവർ God. പറയാം ദശാംശം മുഴുവൻ ഞങ്ങൾ ആലയത്തിൽ കൊണ്ടുവരും. They are saying that all the tithe will be given unto God, Praise the Lord. unto the temple of ആ God. ദൈവത്തിന്റെ സഭയോട് ദൈവ ആലയത്തോടുള്ള ഹൗസ് ഓഫ് ദ ലോർഡ് വന്നിരിക്കുന്നത് അവരുടെ വീട് ദൈവത്തിന്റെ ആലയത്തെ ഒരു ദൈവത്തിന്റെ ഭവനമായി കാണുമ്പോൾ അവർ പറയുകയാ ഇത് ദൈവത്തിന്റെ ആലയമാണെങ്കിലും ഇത് ഞങ്ങളുടെ ആലയമാ, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകിയ ആലയമാണ്. So even though they are calling the temple of God as the house of God, they are also considering that as their own house, and they are saying that we will be coming here and worshiping God. അവർ പറഞ്ഞിരുന്ന വാക്ക് എന്താ അറിയാമോ? ഞങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദശാംശത്തെക്കാൾ ഒരു പടിയുടെ മുമ്പിലാണ് ചിന്തിക്കേണ്ടത്. When we come into the New Testament, we should be able to think beyond the tithing. Praise the Lord. Hallelujah. ഇത് നമ്മൾ കാണുന്ന 16-ാം വാക്യം വായിക്കുമ്പോൾ 1 Corinthians, when we read 16:2, അവിടെ പറയുന്നത് ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കില്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരിതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. on the first day of every week, each one of you should set aside a sum of money in keeping with your income, saving it up so that when I come, I can no collection will have to be made. ലേഖകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു ഒരിക്കലും നമുക്ക് ഒരുമിച്ച് പൈസ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു ഭാഗം നമ്മുടെ അധ്വാനത്തിൽ നിന്ന് ഇപ്പോഴേ മാറ്റി വെക്കുന്ന ചില മാസങ്ങൾക്ക് മുമ്പേ ദൈവം പ്രവർത്തിക്കുകയിടയായി. A few months back, Pastor has reminded us in respect to the NACOG, we should be able to keep some money aside for NACOG. Praise the Lord. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കാനിടയായി. May God bless all those people who will be able to do that. കാരണം ദൈവത്തിന്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ ഒരു കരുതൽ നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകണം. We should have a concern regarding the temple of God, house of God. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദശാംശമല്ല, ഓഹരിയാണ്. Or when we come into the New Testament, it is not tithing, but it's a part of income. Yeah. The ഓഹരി എന്ന് പറഞ്ഞാൽ it's a portion. It is a portion. എന്ന് പറഞ്ഞാൽ ദശാംശം എന്ന് പറഞ്ഞാൽ മോശ ഈ പരിപാടി ന്യായപ്രമാണത്തിൽ ദശാംശം എന്ന് വാക്ക് വെച്ചത് നമുക്കറിയാം. ഒരു കാരണവശാൽ ഒന്നും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയാത്ത വ്യക്തി അവർക്ക് വേണ്ടി ഉള്ളതാണ് അന്ന് പഴയ നിയമത്തിൽ ദശാംശം വെച്ചത്. The tithing was started by Moses just to introduce the basic level of giving. എന്ന് പറഞ്ഞാൽ വരുന്ന വരുമാനത്തിൽ ഒരു 10% ദൈവസഭയ്ക്ക് ആലയത്തിന് പോകണം. The 1/10 of your income should go to the church of God. അതെന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം നമുക്ക് എന്നൊരു ചിന്താഗതിയുള്ള ഒരു എക്കണോമി, ഒരു സാമ്പത്തിക സമൂഹമാണ് ഉണ്ടായിരുന്നത്. In those days, people used to think that whatever I am earning is for myself. That's why this has come. അവർ ഉണ്ടാക്കുന്നത് തന്നെ അവർക്ക് തികയാത്തൊരു കാലം. Those times they were earning for themselves, but that was not enough for them. സേവിംഗ് ഒന്നുമില്ല. There is no saving. എത്രയും അവർ സമ്പാദിക്കുന്നത് അത് മുഴുവൻ ചെലവാകും. Whatever they are earning, all of them are being spent. അന്നത്തെ എക്കണോമി അങ്ങനെയാണ്. That was the economy in those days. ദൈവം പഠിപ്പിച്ചു നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ 10% എല്ലാത്തെയും ഒന്ന് പണമല്ല കൂടുതലായി എല്ലാം എന്താണ് വസ്തുവകകൾ, അധ്വാനിക്കുന്ന അധ്വാന ഫലം, അവരുടെ കൃഷിഫലം ഇങ്ങനെ ലഭിക്കുന്നതിൽ നിന്ന് 10% എന്താ ദൈവാലയത്തിന് ലേവ്യർക്ക് വേണ്ടി മാറ്റി വെക്കുക. In those days, it was not money majorly. It was a combination of grains, fruits, and all the cattle. 1/10 of them was told to be kept aside for the Levites and the house of God. എന്നാൽ പുതിയ നിയമത്തിലെ വന്നപ്പോൾ ആ കാലം മാറി. So when we come into the New Testament, those conditions were changed. പുതിയ നിയമത്തിൽ ദശാംശം എന്ന ഉപദേശം കഴിഞ്ഞ ഒരു പടിയുടെ മുന്നോട്ട് പോവുകയാണ്. They are going ahead from tithing to the next level. അപ്പോസ്തല പ്രവർത്തനം കാണുന്നുണ്ട് ഓഹരിയാണ്, പോർഷൻ. It's a portion of your income. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം ദൈവത്തിന് മാറ്റി വെക്കുക. A part of what you receive, the income, you should keep it aside for God. എത്രയും കൊടുക്കുവാൻ കഴിയുമോ അത്രയും ദൈവത്തിന് കൊടുക്കുക. How much ever you are able to give, you should be giving it to God. നമ്മൾ ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതല്ല, ദൈവം നമുക്ക് തന്നതിന്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുത്ത് ദൈവത്തിന് നന്ദി പറയാം. The way to look at it is that it is not that we are giving it to God, but whatever God has given to us, we are giving a part of it to God. അങ്ങനെ ആ മനോഭാവത്തോടെ കൊടുത്താൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടുള്ളൂ. With that intention, if we go give unto the house of God, then only we will be blessed. കൊടുക്കുന്നതിന്റെ വലിപ്പമല്ല ദൈവം നോക്കുന്നത്. God is not looking at the amount of the size of your income which you are giving. കൊടുക്കുന്നവന്റെ മനോഭാവം ദൈവം നോക്കുന്നത്. God is looking into the heart of the person and the intention of the person who is നമ്മൾ giving. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ദൈവത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. Whether we give or not, God is not having to lack anything. നമ്മുടെ ദൈവം സമ്പന്നനാണ്. Our God is rich.
Praise the Lord. Praise Hallelujah. the Lord. ആ ഒരു that's the economy of the kingdom of God. That is the economy of kingdom of God. ദൈവരാജ്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം അതാണ്. That is the economy of the kingdom of ഇത് God. മനസ്സിലാകാത്ത ഇവിടെ കിടന്ന് കറക്റ്റുള്ളൂ. The people who don't understand, they will be roaming around. ഇത് ഒരുപാട് വിശ്വാസത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. Many of the believers have not yet understood that. മനസ്സിലായിട്ടുള്ള കാര്യം എന്താ അവരുടെ മനോഭാവം കണ്ടാൽ മനസ്സിലാവും. Because why they have not understood? Because we can look into their attitude and we can understand they have not understood the meaning of ഈ this. ദശാംശം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമുണ്ട്. When we give the tithing, there is something which comes along with us. ഈ ദശാംശം കൊടുക്കുമ്പോൾ ദശാംശന്റെ കാര്യം പറഞ്ഞപ്പോഴേ പോരും വന്നു. ദശാംശം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കയറുന്ന സാധനം എന്താ അറിയോ? നിങ്ങൾ പറയാം എന്താണ് ദശാംശം കൊടുക്കുമ്പോൾ എന്താ അനുഗ്രഹം അല്ലേ? We always think that when we give our tithing, we expect blessings from God. അനുഗ്രഹത്തിന്റെ കാര്യം ഞാൻ പറയാൻ വരുന്നത്. ദശാംശം നിങ്ങളായി ശ്രദ്ധിക്കട്ടെ, അതൊക്കെ നടന്നുള്ളൂ. ഇപ്പൊ എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമല്ലോ, നിങ്ങൾ ഭാരപ്പെടണം. ദശാംശം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്, അതാണ് സ്വയം നീതി. When we give our tithing, we along with that we get something called a self-righteousness. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ഈ ഭണ്ഡാരഗ്രഹത്തിലായിടുമ്പം എല്ലാവരും വലിയ വലിയ നോട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നൂത്ത് പിടിച്ച് ഇങ്ങനെയൊക്കെ ഇടുന്നത്. നമ്മളെ ഇങ്ങനെയല്ല ഇടുന്നത്. അവർ കാണിക്കുകയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇട്ടു എന്ന് കാണിക്കുക. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു യഹൂദന്മാരെ. അത് ഈ ഏഷ്യൻ രീതിയാണ്. നമ്മുടെ ഈ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ വേൾഡ് ഇപ്പോഴും ആ മനോഭാവം വെച്ച് പുലർത്തുന്നത് നമുക്കറിയാൻ കഴിയും. We know the attitude in those days when back in Jesus' times when people used to give the money but showing how much they are offering. Same is അവിടെ വരുന്നവരെല്ലാം കാണും we are doing. അവിടെ വരുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ എത്ര ദൈവത്തിൽ കൊടുക്കുന്ന മറ്റേ കാര്യങ്ങളുടെ ആവശ്യമില്ല, പ്രൈവസിയാ. ആ ഒരു മനോഭാവം ഇപ്പോൾ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതില്ല. കൊടുക്കുന്നവരെന്താ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചർച്ചിലൊക്കെ കണക്ക് വായിക്കുന്ന പരിപാടിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. തോമസ് അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ മാത്യു ഇത്ര എന്ന് പറഞ്ഞ് എഴുതി വായിക്കും. അതിനകത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ തീർന്നു. പിന്നെ അന്നത്തെ തീർന്നു പരിപാടി. സമയമില്ല. അപ്പോൾ ഇത് ഈ ഒരു മനോഭാവം വെച്ച് വരുന്ന കാലത്ത് ഒരു വിധ വന്ന് എന്ത് കിട്ടും, ചെറിയൊരു എമൗണ്ട് അല്ലേ അവന്മാരിട്ട് നോക്കുമ്പോൾ വിഡോ ഫുഡ് ഓഫറിംഗ്. The widow during these times people are putting huge amount of money, she put just a small offering. യേശു എന്താ പറഞ്ഞേ? What did Jesus say? ഇത്രയും പേരിട്ട് അത് Out of all these people who put the money, ഈ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ. this widow has put the most. അപ്പൊ എന്താ യേശു നോക്കിയത്? What did Jesus saw in her? ഇട്ട എമൗണ്ട് അല്ല, It is not the amount she put in, മനോഭാവം. it is the attitude with what she has put in. Praise the Lord. Praise be to God. ചിലർ പാസ്റ്റർ കൈപ്പടം കൊടുത്തിട്ട് പിന്നെ പാസ്റ്ററെ ഭരിക്കാൻ നോക്കും. Some people try to give offering to pastor and they try to rule pastor. ഇവിടെ അതില്ല, പക്ഷേ ചില ഉള്ള സ്ഥലങ്ങളുണ്ട്. Not here, but there are places where the people do അവർ that. വരുന്ന പാസ്റ്ററെ ഹയർ ചെയ്യുന്ന പറയുന്നത്. But some people say that I have hired the pastor. പാസ്റ്ററെ ആർക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല. No, nobody can hire pastor. ദേവദാസന്മാരുടെ ശുശ്രൂഷയാണ്. It is a service which they are doing. There's a ministry which they are doing. ഹയർ എന്നുള്ള വാക്യം തെറ്റാണ്. The hiring is the wrong word to use. Praise the Lord. Praise the Lord. അപ്പോൾ ഈ വക മനോഭാവം നമ്മൾ കൊടുക്കുമ്പോൾ മനോഭാവം ദൈവം നോക്കുന്നത്. When we give unto the house of God, God is looking into our heart, the attitude with which how we are giving. ദൈവത്തിന് നന്നായിട്ട് നമ്മൾ ഇവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരെക്കാൾ കൂടുതൽ ദൈവത്തിന് അറിയാം നമ്മുടെ ഇൻകം എത്രയാണ്. More than the IRS, God knows how much income we have got. IRS നമ്മുടെ ആ രീതിയിലല്ല ദൈവം നോക്കുന്ന നമ്മുടെ മനോഭാവം. God is looking into our attitude. അപ്പോൾ ഇവിടെ ദൈവം അവർക്ക് മനസ്സിലായി, വചനം വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ കാണിക്കുന്നത് ശരിയല്ല. When they read the word of God, they understood that what we are doing is wrong. പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന് കറക്റ്റായി കൊടുക്കാൻ തീരുമാനിച്ചില്ല. And they said that we have decided to give the offering and the tithing unto ആ God. 10th അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. When we read the 10th chapter whole, we can understand. അവിടെയുള്ള ശുശ്രൂഷക്കാർക്ക് വേണ്ടി, അവിടെയുള്ള സംഗീതക്കാർക്ക് വേണ്ടി, ഉപകരണങ്ങൾക്ക് വേണ്ടി, ആലയത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് മുഴുവൻ അവരെല്ലാം പണക്കാരനല്ല, അവർ പ്രവാസത്തിൽ പോയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ വന്നവരാ. പക്ഷെ അവർ പറയുക we will do that for God. They decided to give unto the house of God for the different aspect of the ministry of God, and they did not have much of the money, but they decided on that after hearing the word of God. ദൈവസഭയോട് നമുക്കൊരു സ്നേഹം ഉണ്ടായിരുന്നു. We should be having a love towards the house of God. എഫെസ്യർ 5-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നത് Ephesians 5:25. അവിടെ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ
നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിക്കണം. The word of God says that 5:25, husbands, love your wives just as Christ loved the church. അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന phrase Christ loved the church. The phrase I want to use is that the Christ loved the church. നമ്മൾ കർത്താവിന് ഏറ്റവും സ്നേഹമുള്ള ദൈവത്തിന്റെ സഭയോട്. The Christ loves the church the most is the church. അങ്ങനെ കർത്താവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ സഭയോട്. When we are aspiring to become like Christ, we should have love towards the house of God. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു കേട് ദോഷമുണ്ടാകുന്ന ഒരു കാര്യം പോലും നാം ചിന്തിക്കരുത് പറയരുത്. We should not think or say anything which can bring damage to the house of God. അത് പാസ്റ്റർക്കും അത് ചുമതലക്കാർക്കും മാത്രമല്ല ഉത്തരവാദിത്വം, ദൈവസഭയിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ആ ഒരു ആത്മഭാരം ദൈവസഭയ്ക്കുണ്ടാകും. It is not just the responsibility of the leadership and pastor, but all the child of God, every child of God in the church should have that attitude. നാം നമ്മെ തന്നെ പരിശോധിക്കണം. Let us inspect ourselves. ഈ ദൈവസഭ കാരണം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. We have been blessed by this house of God. Many of us are blessed by എത്ര this house of God. ഈ സഭ കാരണം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നവർ. We can say that, Lord, because of this house of God, I was blessed. Praise the Lord. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നാം കൊണ്ടുവരുന്ന ഒരു നടുത്തളമായി ദൈവസഭ. This is the place where we bring all our needs in the house of God. നാം അനുഗ്രഹിക്കപ്പെട്ടു വിടുതൽ പ്രാപിച്ചെങ്കിൽ നമ്മുടെ സഭയോട് നാം ആ സ്നേഹം കാണിക്കണം. When we receive that blessing and we have got delivered, then we should be able to show the gratitude towards the house of അതുകൊണ്ട് God. അവർ പറഞ്ഞിരുന്ന വാക്കുകൾ we will not neglect the house of our God. That's why they said that we will not neglect the house ഞങ്ങളുടെ of our God. ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല. We will not neglect the house of our God. എന്ന് പറഞ്ഞാൽ ദൈവാലയം വിട്ടൊരു കളിയില്ല. There is no other anything. There is nothing other than the house of God. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, If you love God, നിങ്ങൾ ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കുന്നുവെങ്കിൽ, if you are loving God with your whole heart, ഐ ലവ് യു ഗോഡ് എന്ന് പറയുന്നതിൽ അപ്പുറമായി beyond saying I love you God, നിങ്ങളുടെ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ സഭയോട്, ദൈവാലയത്തോട്, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തോട് ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കണം. you should be able to show that through your deeds and in the presence of God. ദൈവസഭയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും All the aspects which is related to the house of God. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. 3 things which I said. ഒന്ന്, അവരുടെ വ്യക്തിപരമായ വിശുദ്ധിയിൽ അവർ ദൈവത്തോട് സ്നേഹം കാണിക്കുക. They showed their love towards God for the holiness of their own self. അവരുടെ ഇടകലർന്നുള്ള വിവാഹങ്ങൾ അവർ ഉപേക്ഷിക്കുക. ജാതികൾ അവരുടെ ഇടകലർന്നുള്ള വിവാഹം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ അവർ വിശുദ്ധിയും വേർപാടും പാലിക്കുക. They are having a separated life in terms of interaction with the Gentiles, whether it is about marriage or any other interaction. അതുപോലെ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ അവർ ഓർത്തുകൊണ്ട് ഒരു ദിവസം ദൈവത്തിന് വേണ്ടി അവർ വേർതിരിച്ചു മാറ്റി. Similarly, they also decided to keep the Sabbath as holy. Praise the Lord. ഒന്നാമതായി അവർ ആലയത്തോട് സ്നേഹം പ്രകടിപ്പിച്ച്, സ്നേഹം കാണിച്ച്, വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ അവർ ദൈവത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യുകയാണ്. And thirdly and the last, they showed love towards the king towards the house of God through their words and their actions to reflect the love of God. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയം റീബിൽഡിംഗ് ഫ്രം ദ റൂയിൻസ്, തകർച്ചയിൽ നിന്ന് പണിയുക എന്നുള്ളതാണ്. Our point is the theme which we are discussing is about building ourselves from the destruction of our life. നാം തകർച്ചയിൽ നിന്ന് ഉയരണമെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ നേരെയാക്കാൻ നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു കാര്യങ്ങളും നേരെയാവുന്ന പ്രതീക്ഷിക്കരുത്. If we have to build from the destruction, unless we make things right with God, no other areas of our life will be built. ദൈവത്തോടുള്ള വിഷയത്തിൽ നേരെയായാൽ നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നേരെയാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. Our God is able to make all things right with you when you are able to make the things right with God. ദൈവത്തോടുള്ള വിഷയത്തിൽ നമ്മൾ നേരെയല്ലെങ്കിൽ, വളവുണ്ടെങ്കിൽ, ചൊവ്വായ വഴികളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊന്നും നേരെയാകത്തില്ല എന്ന കാര്യം നാം മനസ്സിലാക്കിക്കോണം. We should be able to understand that our interaction with God, if that is not right, rest of the areas will not be made right. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫ്രേസ് പറഞ്ഞിരുന്നു. I said a phrase last time, last Sunday. എന്റെ ദൈവദാസൻ പറഞ്ഞ ഫ്രേസ് പ്രകാരമാ, what comes in your mind when you think of ദൈവം എന്നൊരു ചിന്ത വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? What comes in your mind when you say God? Praise the Lord. That decides your life. That is the deciding factor of your life. അത് തീരുമാനിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും. That will decide how your life. അത് തീരുമാനിക്കുന്ന നിങ്ങളുടെ നിത്യത എവിടെയാണ്. That will decide how your eternity. അത് ഏറ്റവും അടിസ്ഥാനമായ കല്ല്. That is a basic foundation. മറ്റെവിടൊക്കെ കേടുപാട് സംഭവിച്ചാലും ഈ അടിസ്ഥാന കല്ല് ദൈവം അതിനെ നേരെ നിർത്തും. ഹല്ലേലൂയ. Our God will restore this foundation.
whatever may be the issues with other areas, but the foundation should be restored. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ഭാരങ്ങളൊക്കെ വരാൻ പ്രിയമുള്ളവരെ. Our God, in our life we might face a lot of challenges and troubles and trials. എനിക്ക് ഉറപ്പുണ്ടാകണം, എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ നേരെയാണ്. But we should be assured that our interaction with God and our relationship with God is restored. നെഹെമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം നമ്മെ കാണിക്കുന്നതാണ്. That is what Nehemiah 10th chapter shows us. അവർ പറഞ്ഞ ഞങ്ങൾക്ക് ആലയം വന്നു, ഞങ്ങൾക്ക് ന്യായപ്രമാണം വായിച്ചു കേൾപ്പിച്ചു, മതിൽ പണിതു, എല്ലാം ശരിയാ, പക്ഷെ ദൈവവുമായുള്ള ബന്ധം നേരെയായില്ല. They said that everything has been done. That we have built the wall. There is the temple which has been done, and we have got the laws of the Moses read to us. But our personal relationship with God is not yet restored. Putting God's truth into practice. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവവചന സത്യങ്ങളെ പ്രവൃത്തി ബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അധ്യായമാണ് നെഹെമ്യാവിന്റെ 10-ാം അധ്യായം. Nehemiah 10th chapter is about putting God's word, putting God's truth into action. That is what it is talking about. Let us close our eyes. ഒരു നിമിഷം കൂടി അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ നേരെയാകേണ്ട പാതകൾ, അത് ദൈവാലയത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവസഭയോടുള്ള ബന്ധത്തിലും വ്യക്തിപരമായ ആരാധന ബന്ധത്തിലാണെങ്കിലും കർത്താവ് നേരെയാക്കാൻ നമുക്ക് പറയാം. Let us pray, Lord God, make straight all the paths which is related to God. Let it be my personal life, let it be my family life, let it be my business, let it be my workplace, hallelujah, let it be my financial matters, or let it be the house of the Lord, hallelujah. ദേവാലയത്തോടുള്ള ബന്ധത്തില്, എന്റെ ജോലിയോടുള്ള ബന്ധത്തില്, എന്റെ ബിസിനസ്സോടുള്ള ബന്ധത്തില്, hallelujah, എന്റെ കൊടുക്കൽ വാങ്ങലില്, hallelujah, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുന്ന കാര്യത്തില്, എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വിശുദ്ധിയില് എല്ലാ കാര്യങ്ങൾ നേരെയാക്കണമേ എന്നൊരു സമർപ്പണത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. നമുക്ക് പറയാം, I will never neglect the house of God. ദൈവത്തിന്റെ ആലയത്തെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഒരു തീരുമാനത്തോടെ നാം മുന്നോട്ട് പോയാൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നേരെയാക്കും. അതിനെ വിശ്വസ്തന, നീതിമാന പ്രാർത്ഥിക്കുക. ഇവനുകളുമാണ് അതിനെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പിതാവേ, നന്ദിയോടെ അടിയങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, കർത്താവേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠ അടുത്ത് വന്നങ്ങയെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ രാവിലെ സമയം മുതൽ ഇതുവരെയും ഞങ്ങളെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കൂട്ടിക്കൊണ്ടുവന്ന ദൈവജനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരുമിച്ചുള്ള ആരാധന അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ട് പിന്നെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരെ ശാരീരിക ക്ലേശങ്ങളോടെ ആയിരിക്കുന്നവരുണ്ട്. അങ്ങയുടെ സൗഖ്യം എല്ലാവരുടെ മേലും പാരണമേ. പ്രത്യേകം ചോദിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിടുതലോട് ആരോഗ്യത്തോടെ ബലത്തോടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയാക്കുന്നു. ഓസമ്മാമയെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ആണവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ആരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ബലത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാൻ കുഞ്ഞുങ്ങൾക്കിടയാക്കണമേ. മറ്റ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. നല്ല വാക്യങ്ങൾ സംസാരിപ്പാൻ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. അവരെ അനുഗ്രഹിക്കണം. അവരുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ സ്വർഗീയപിതാവ് കൃപ ചെയ്യണമേ. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരെയും വഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം നൽകുന്ന ദൈവമേ, ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തി കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. നല്ല സങ്കീർത്തനം തന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തില്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും അങ്ങയെ കണ്ടുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന്റെ ആലയം വിശുദ്ധമായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. കർത്താവേ, അത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞങ്ങളിൽ വന്നുപോയ കുറവുകൾ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ഞങ്ങളെ എത്രത്തോളം പരിപാലിച്ച ദൈവമേ, ഞങ്ങളെ കർത്താവ് ഈ ദേശത്ത് കൊണ്ടുവന്നിരുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ഇടയാക്കണമേ. അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന ഞങ്ങളുടെ കുറവുകൾ ഓർക്കില്ല. ഞങ്ങൾ മനുഷ്യരാണ്, ജനീകരാണ്, പോരായ്മകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ കർത്താവെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന കർത്താവെ ബലപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന YPA മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ചുമതല വഹിക്കുന്ന ജർസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരനെ ബലപ്പെടുത്തണം. പ്രോഗ്രാമൊക്കെ നടത്തുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. കൃപ കൂടെ ഇരിക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Let's praise God. Hallelujah. Praise the Lord. Hallelujah. Many of our children are sick. Can we all raise our hands and we praise? Let's praise God for Aaron and Adam. Praise the Lord. Praise the Lord. Hallelujah.
Praise the Lord. They should be healed today. We should be able to praise God for that. Hallelujah. Thank you, Jesus. Praise the Lord. Praise the Lord. Praise the Lord. Also, Joy Uncle is admitted. Let's praise God for his healing. Praise the Lord. Praise the Lord. Thank you, Jesus. Praise the Lord. Praise the Lord. God has given us another month for YP. I would like to thank God for all His grace and all His mercy upon us. I would like to say, I'll take 1 minute before I hand it over to the chairperson. Our children who are received baptism of water, and the people and our children who are accepted Jesus Christ as a personal Savior, I would request you to pray for the receiving of the Holy Spirit, baptism of the Holy Spirit. It's very important. And do not think that it will happen when you are at home. A pastor will come in his car and pour anointing oil on you. It's not going to happen. You understand? So you have to cry unto God for that. So today, Pastor said a verse. I don't know how many of you heard about it. If you love me, don't show that how much you love me. Don't show me how much you did for me. I think Jesus would be expecting that from you. Don't say that, oh, I love Jesus and I'm meditating. God has given you good hands. God has given you talents. Use those talents. Use those resources to praise God. So when the song is going on, open up your mouth wide. That is what the Word of God says. And I will fill it. So when we receive the Holy Spirit, you should be able to speak in unknown tongues. That is what the Word of God says. So I request all the children who are seniors, please worship God by clapping hands and opening up the mouth. And our Malayalam songs are very easy. Just the words and the chorus. If you learn once, it is the tune is very simple. So you can go ahead and try to sing it. Like yesterday, I saw very few people who were doing that. So I would like to encourage and I would like to pray for that. And I request all the parents and youths to pray for our children, and also the youth should be dedicating their life to Jesus. So it is important in this troubled world that you receive the Holy Ghost, a baptism of the Holy Spirit, because as Pastor said, things are very tough. We are fearing men than God. So to resist the fear of men, we need Holy Spirit. How many of you are with me? Amen. Praise the Lord. Okay. Sorry, I said all those things, So I just wanted to convey that, So thank you for bearing with me. I would like to call upon the chairperson for this meeting, Brother Stanley Samuel. Please give a round of applause. Hallelujah. Thank you, Youth Director, for this opportunity. നമ്മുടെ മീറ്റിംഗ് തുടക്കത്തിൽ നമുക്കൊരു പ്രാർത്ഥനയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. രതീഷ് ബ്രദറിനെ വേണ്ടി ക്ഷണിക്കുന്നു. Praise the Lord. Hallelujah. Thank you, Jesus. Father God, come to you as a church, come to us before you and pray for the youth. Hallelujah. Not just treat it as a stage, but help us to learn something from it and guide us to it. Please each and everyone, especially the kids who are sick, and I pray that you continue to heal them like Father. And I pray that help us to be relevant during this time, and submit all of this in your hands. In the holy master's name. Amen. Oh
That was very beautiful. Violin ആണ് one of the toughest instrument ആണ്. അത് അത്രയും നല്ല ഈസി ആയിട്ട് വായിക്കാനെ കൊണ്ട് ലോട്ട് ഓഫ് പ്രാക്ടീസ് കോൺസെൻട്രേഷൻ ഒക്കെ വേണം. ഏത് പാട്ടായിരുന്നു നമ്മുടെ ചിൽഡ്രൻ അറിയാം? ഏത് പാട്ടാണ് വായിച്ചത്? വിച്ച് സോങ് വാസ് പ്ലേയിങ്? I know the Malayalam. Cruciale Jesuvin Tyagam. A wonderful, merciful Savior, right? Okay. So the next program is family song, Pastor and family. അറിയാവുന്ന ചേർന്ന് പാടുന്ന നമ്മുടെ It's displayed. When the trumpet of the Lord shall sound, and time shall be no more, and the morning breaks eternal, bright and fair. When the sailors shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. Is called up yonder, when the roll is called up yonder, when the roll is called up yonder, when the roll is called up yonder, I'll be there. Morning when the dead in Christ shall rise, and the glory of His resurrection share. When His chosen ones shall gather to their home beyond the skies, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. Roll is called up yonder, when the roll is called up yonder, when the roll is called up yonder, when the roll is called up yonder, I'll be there. രാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ, വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ സ്നേഹത്ത്. പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും
നമ്മുടെ സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കൺക്ലൂഷനായിട്ടൊന്നും അധികം കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും ജസ്റ്റ് 2 minutes മാത്രം. നമ്മൾ ഈ അടുത്തിടയ്ക്കായിരുന്നു സ്പേസ് എക്സിൻ്റെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. ഹൗ മെനി ചിൽഡ്രൻ വാച്ച് ദാറ്റ് സ്പേസ് എക്സ് ലോഞ്ച് ടു ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? I think Jeremy and John are watching with me. So, ഈ സ്പേസ് എക്സിൻ്റെ ആ ലോഞ്ച് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ അതിൻ്റെ ആ സ്പീഡൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്തത്, ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം 0 km/h, then gradually it increased. ഈ സ്പേസ് എക്സിന് 2 ഇതുണ്ട്, 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇറ്റ് കംസ് ഇത് ഒരു 2500 km/h വരെയാണ് മാക്സിമം സ്പീഡ്. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 28,000 km/h ആണ്. ഞാനത് ഊഹിച്ചപ്പോൾ 28,000 km. നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 900 km ആണ്, 900-950. അപ്പോൾ അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഡെൻവർ ടു കൊച്ചിൻ വരെ ഒരു 17 hours എടുക്കും. 17 hours ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. പക്ഷേ ഈ സ്പേസ് എക്സിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ പോവുകയാണെങ്കിൽ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ, ആ റോക്കറ്റ് പോകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അത് റീക്യാപ്ചർ ചെയ്ത് നമ്മൾ കണ്ടു. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഇറ്റ് സ്റ്റിൽ ഗോയിങ്, ഇറ്റ് വിൽ റീച്ച് ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അവിടെ വെച്ചാണ് ഈ ഡോക്കിംഗ്, ഈ സ്പേസ് ഷട്ടിൽ ഈ പ്രാവശ്യത്തെ ആർക്കെങ്കിലും അറിയാം അതിൻ്റെ ആ സ്പേസ് ഷട്ടിലിൻ്റെ ഈ പ്രാവശ്യത്തെ ആ സ്പേസ് ഷട്ടിലിൻ്റെ പേരെന്തുവാണ്? Anybody knows the name of that spaceship? It is a Dragon capsule, Dragon Crew. The mission is through the people. That's why it is called the Dragon Crew mission. ഇത് പറയുന്നത് ഡ്രാഗൺ ക്യാപ്സൂൾ എന്നാണ് പറയുന്നത്. അത് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഓർബിറ്റിൽ എത്തിയതിനു ശേഷം ഇത് തന്നെ ഇത് റിമൂവ് ആയി സെപ്പറേറ്റ് ആയതിനു ശേഷം ഇത് സെക്കൻഡ് സ്റ്റേജ് അവിടെ തന്നെ ബേൺ ആയി പോകും. ഫസ്റ്റ് സ്റ്റേജ് ഈ കെനഡി സ്പേസ് സ്റ്റേഷനിൽ ഇപ്പം നമ്മൾ കണ്ടല്ലോ, ന്യൂസിലൊക്കെ കണ്ടു, ഇറ്റ് വിൽ റീക്യാപ്ചർ. സോ ഞാനത് ഇമാജിൻ ചെയ്തു, എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് ദിസ് ഇസ് ട്രാവലിംഗ്, ഇറ്റ്സ് സോ ഫാസ്റ്റ്, റൈറ്റ്. സോ ഇത് നമ്മുടെ ദൈവത്തിനകത്ത് നമ്മൾ കാണുന്നു. നമ്മുടെ ഒന്ന് വരുന്നത് 1 Corinthians 15:52 നമ്മൾ കാണുന്നത് അന്ത്യകാഹളനാളിൽ പെട്ടെന്ന് കണ്ണും വയ്ക്കുന്നതിനിടയിലാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്, നമ്മൾ എടുക്കപ്പെടുകയും ചെയ്യുന്നത്. സോ ദ ടെക്നോളജി ഈസ് ഇവോൾവിംഗ്. മേ ബി ഇൻ ഫ്യൂച്ചർ, റൈറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ദീസ് 30 minutes or 28,000, right, it may be 50,000. The technology is evolving, right? So അപ്പോൾ നമ്മുടെ ദൈവത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും, അവർ കരകന്മാർ പോലെ ചിറകടിച്ച് ഉയരും. അപ്പോൾ നമുക്കറിയാം ഈ സ്പേസ് ഷട്ടിൽ പോകുമ്പോൾ there are lot of obstacles. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, വെതർ റിലേറ്റഡ് ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് ഇറ്റ് ഹാസ് ടു ഗോ ടു ലോട്ട് ഓഫ് ടെസ്റ്റിംഗ്. അതിനുശേഷമാണ് ഈ സ്പേസ് ഷിപ്പ് അവർ ലോഞ്ച് ചെയ്യുന്നത്. അത് ഫെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഫസ്റ്റിൽ നമുക്കറിയാം, ഇന്ത്യ ചന്ദ്രയാൻ ഇത് ചെയ്തപ്പോൾ ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ ഫസ്റ്റ് ചന്ദ്രയാൻ വാസ് എ ഫെയിലിയർ. അവർക്ക് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് വൺ വാസ് സക്സസ്ഫുൾ. ഇത് പറഞ്ഞ പോലെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ അതിജീവിക്കേണ്ട ആവശ്യമുണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതിജീവിക്കണം, വെതർ കണ്ടീഷൻസ്, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ലിമിറ്റേഷൻ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും നമ്മൾ ഒരു യാത്രയിലാണ്. We are also in the path of eternal life. That is our aim. SpaceX mission is powered by vision, hope, and purpose. The same way, our spiritual life is based on faith, hope, and purpose. Our main purpose is the eternal life. അവിടെ വരെ നമ്മളിന്ന് ഓഫറിങ്ങിന് പാടിയ പോലെ നല്ല പോരാടി ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്, കാടും മേടും ഉണ്ട്. ഏത് നേരത്തും പിശാച് ഇടർച്ച ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും ഈ ഓബ്സ്റ്റക്കിൾസിനൊക്കെ അതിജീവിച്ചുകൊണ്ട് the ultimate goal, the objective is to reach the heaven. Heaven is our home. The spaceship mission അതിന്റെ purpose is based on the space mission. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹോം എന്ന് പറഞ്ഞ ഹെവൻ ആണ്.
ദിസ് ഈസ് നമ്മളിവിടെ വി ആർ ലിവിങ് ആസ് എന്താ പറയുക പരദേശിയായിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹോം എന്ന് പറയുന്ന ഹെവനാണ്. അതിനെ നോക്കി ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് യുവാക്കളെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ടുള്ള പ്രേയർ ആൻഡ് ഡൊണേഷന് വേണ്ടി പാസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ടൊരു വൈദ്യുതി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന് അനുഗ്രഹിക്കുന്ന പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ സഹായിച്ചു. അടുത്ത മാസവും കർത്താവ് ഒരു താമസം അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാം നടത്തപ്പെടുവാൻ കർത്താവിടെ ആക്കേണ്ടതില്ല. ഈ ആഴ്ചക്കാലം മുഴുവൻ നമ്മെ പരിപാലിപ്പാൻ കർത്താവുകളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗീയ പിതാവേ, തിരുസന്നിധികൾ അടുത്തു വരുന്നു. ഇന്ന് പകൽക്കാലം ആരാധന കടന്ന നിമിഷം മുതൽ ഞങ്ങളെ സഹായിച്ചു. ആരാധനയുടെ സാന്നിധ്യം അനുഭവിച്ചിരിക്കാൻ ഞങ്ങളെ സഹായിച്ചു. കൂട്ടുകെടുത്തിന്റെ വിജയത്തിനായ ആരാധന വൈപ്പിയിൽ കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പാൻ അവരുടെ താലന്തിൽ ദൈവനാമത്തിനായി വിനിയോഗിപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചല്ലോ. കർത്താവരെ അനുഗ്രഹിക്കണമേ. ചുമതല വഹിക്കുന്ന പ്രിയ സഹോദരനെ കുടുംബാടോട് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. അടുത്ത മാസം പ്രോഗ്രാംസ് ഏറ്റിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭംഗിയായിട്ട് ചെയ്യുവാനുള്ള കൃപ നൽകണമേ. ദൈവസഭയായ അനുഗ്രഹിക്കണം. ഈ ആഴ്ചയിലെ എല്ലാ കൂട്ടായ്മകളെയും ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ വീണ്ടും ആലയത്തിന് പ്രകാരം ഒരുമിച്ച് കൂടി വരുമ്പോഴേയും ദൈവത്തിന്റെ കൃപയെ ഞങ്ങളെ പരിപാലിക്കണം. അവിടെ നാമത്തിന്റെ മഹുതനാക്കി ഞങ്ങളെ സമർപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന നിങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. ഈ കർത്താവിന്റെ നാം തന്നെ ആശീർവാദം മക്കളെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാലം നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ലോകമുള്ള സർവവിശുദ്ധന്മാരുടെ കൂടെ കർത്താവ് ഓരോ ദൈവം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം പകരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.